8ഉം 7ഉം അതുപോലെ തന്നെ 9ഉം 10ഉം ഒക്കെ വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. ആലോചിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവൂല. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന മാതാവിന്, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന പിതാവിന് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നത് എന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അതാണ് ഒരു മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത്. എന്റെ ദീനിനെ നിലനിർത്താനാണ് ഞാൻ എന്റെ കുഞ്ഞിനെ ഹിഫ്ള് പഠിപ്പിക്കുന്നത്. അല്ലാതെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമല്ലോ, 40 ആളുകളെ 10 ആളുകളെയൊക്കെ നാളെ മക്കളെ ഹാഫിലീങ്ങളായ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ എനിക്ക് അങ്ങനെ രക്ഷപ്പെടാലോ, ഇവിടെ എല്ലാ ഉഡായിപ്പും കാണിച്ച്, ഇവിടെ എല്ലാ തോന്നിവാസം കാണിച്ചിട്ട് മക്കളെ ഹാഫിലീങ്ങളാക്കി അവിടെ രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം ഉണ്ടല്ലോ, ആ മോഹം ഉണ്ടല്ലോ, അതിനെയാണ് വ്യാമോഹം എന്ന് പറയാ. അതാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം എന്ന് പറയാ. ആ താല്പര്യം മാറ്റിവെച്ച് ഈ മകൻ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ദീനിന് ഉപകരിക്കുന്ന ഒരു ആലിമാകണം, ഇതായിരിക്കണം നിങ്ങളുടെ നിയ്യത്ത്. അല്ലാത്ത നിയ്യത്തുകൾ നഷ്ടമാണ്, അല്ലാത്ത നിയ്യത്തുകൾ നഷ്ടമാണ്. ഞാനതാ പറഞ്ഞത്, ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ പരിശുദ്ധമായ ദീൻ പോലും ആളുകൾ പഠിപ്പിക്കുന്നത്. ആരാ ദീൻ നിലനിൽക്കണമെന്ന താല്പര്യത്തോടെ മക്കളെ ഫൈസിയാക്കുന്നവർ ആരാണ്, ഹുദവിയാക്കുന്നവർ ആരാണ്, വാഫിമാരാക്കുന്നവർ ആരാണ്, അതുപോലെ ദാരിമിമാരാക്കുന്നവർ ആരാണ്, ഹാഫിലിങ്ങളാക്കുന്നവർ ആരാണ്. എന്റെ മകൻ കാരണം ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന നിയ്യത്തോടു കൂടി പഠിപ്പിക്കുന്നവർ ആരാണ്. അതാണ് നിയ്യത്തുണ്ടാവേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ലക്ഷ്യം ദീനല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും ദീനല്ല. ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണമെന്ന്, വസൽസല, ഭൂകമ്പങ്ങളെ പ്രതീക്ഷിക്കണമെന്ന്, വഖദ്ഫൻ, ആകാശരോഗങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ കൊണ്ട് അല്ലാഹു ഭൂമിയിലേക്ക് എറിയുന്ന ശിക്ഷ, അതേപോലെ തന്നെ വഖസ്ഫൻ വമസ്ഖാ, ജീവനോടെ ഭൂമിയിലേക്ക് വിഴുങ്ങിക്കളയുന്ന ശിക്ഷ, മനുഷ്യരെ മൃഗങ്ങളാക്കി, കല്ലുകളാക്കി, മരങ്ങളാക്കി കോലം മറിക്കുന്ന ശിക്ഷ. ഇങ്ങനെ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ ഭയാനകമായ ശിക്ഷയെ കാത്തിരിക്കണം ആര്? മക്കളെ ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ, അഥവാ മക്കളെ പഠിപ്പിക്കുന്നത് ജോലി നോക്കിയിട്ടാണ്. എന്ത് പഠിച്ചാലാണ് നല്ല ജോലി? ഹാഫിലീങ്ങളാക്കുന്നത് ഏതെങ്കിലും ഔഖാഫിന്റെ പള്ളിയിൽ ജോലി കിട്ടണമെന്നാണ് ഉസ്താദുമാരാക്കുന്നത്. എവിടെയെങ്കിലും പോയി പ്രഭാഷണം നടത്തി പേര് വരണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതേപോലെ തന്നെ ഡോക്ടറാക്കുന്നത് എല്ലാ സമൂഹത്തിലുള്ള പ്രസ്റ്റിജിന് വേണ്ടിയാണ്. അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടി, ശമ്പളത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അയച്ചാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന്, അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ആരാ ഇവിടെ മക്കളെ ഹാഫിലിങ്ങളാക്കാൻ വേണ്ടി, ദീൻ നിലനിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നവർ ആരാ? എന്റെ മകൻ ഹിഫ്ള് പഠിച്ചിട്ട് നല്ലൊരു ദീനിന് സേവനം ചെയ്യുന്ന ഒരു ദാഇയാവണം. നിയ്യത്ത് തന്നെ പലപ്പോഴും നമ്മുടേത് പിഴച്ചു പോകുന്നുണ്ട്. നിയ്യത്ത് പിഴച്ചാൽ എല്ലാം പിഴക്കും. നിയ്യത്താണ് വളരെ പ്രാധാന്യമുള്ളത്. നിയ്യത്ത് പിഴക്കുമ്പോഴാണ് എല്ലാം പിഴച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ, എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ഞാൻ ദീനിനെ നിലനിർത്തുന്ന ഒരു ദാഇയാവണമെന്ന്, ദീനിന് ഉപകരിക്കുന്ന ഒരു ഹാഫിളാകണമെന്ന്, ദീനിന് ഉപകരിക്കുന്ന ഒരു ആലിമാകണമെന്നുള്ള നിയ്യത്തോടുകൂടി പഠിക്കാൻ വന്നാൽ അതിൽ അള്ളാഹുവിന്റെ ബറകത്തുണ്ടാകും, അതിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ആ ഹിഫ്ളിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും അള്ളാഹു ഏറ്റെടുക്കും. അതേപോലെ തന്നെ തിന്നുന്ന ഭക്ഷണം ഹലാലാവണം, ഹറാമ് തിന്നാൻ പാടില്ല. മാതാപിതാക്കൾ ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല, ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഹലാലായ ഭക്ഷണം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു കൊണ്ട് പോകുന്ന ആളുകളാ നമ്മൾ. ഗൾഫിൽ പോയാലും പുറം നാടുകളിൽ പോയാലും ഹലാൽ ഫുഡ് എന്ന് കാണുന്ന ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നമ്മൾ. ഈ അടുത്ത് വാട്സപ്പിലൂടെ വന്ന ഒരു സന്ദേശം ഞാൻ വായിക്കാനിടയായി. എന്താണ് അദ്ദേഹം പറയുന്നത്? ചൈനയിലേക്ക് ആളുകൾ നിരന്തരമായി
നിരന്തരമായി ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. എന്തിനാണ് യാത്ര ചെയ്യുന്നത്? അഡിഡാസിനെ പോലെയുള്ള, പ്യൂമയെ പോലെയുള്ള, അതുപോലെ യുഎസ്പോളയെ പോലെയുള്ള വലിയ വലിയ ബ്രാൻഡഡ് നെയിമുകളായ കമ്പനികൾ, ബ്രാൻഡ് നെയിമുള്ള കമ്പനികൾ, അതിന്റെ കോപ്പി ഞങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കി തരണം, അതിന്റെ ലോഗോ അതേപോലെ ഉണ്ടാക്കി തരണം, അതിന്റെ സീൽ അതേപോലെ ഉണ്ടാക്കി തരണം എന്നുള്ള ആവശ്യവുമായി പല ആളുകളും ബിസിനസിന് വേണ്ടി ചൈനയിലേക്ക് പോകും. ആരാണ്? താടിയുള്ളവരാണവർ, നിസ്കാരത്താമ്പുള്ളവരാണവർ, കാണുമ്പോൾ നല്ല ദീനിയാണവർ. എന്നിട്ട് അവിടെ പോയിട്ട് വലിയ വലിയ ബ്രാൻഡുകളുടെ കോപ്പിയുമായി, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുമായി തിരിച്ചു വന്നിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന ആളുകളെ ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കും. എന്നിട്ട് ഹലാലല്ലാത്ത പന്നിയുടെ മാംസമുള്ള, അതേപോലെ തന്നെ അറുക്കാത്ത മാംസമുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോ അവര് പറയും, ഇത് പാടില്ലല്ലോ, ഇത് ഹറാമാണല്ലോ, ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഹറാമ് കഴിക്കൂല. ആരായി പറയുന്നത്? ജനങ്ങളെ പറ്റിച്ച് ഹറാമായ ബിസിനസ് കൊണ്ട് പൈസ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി ഹലാല് വേണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. എങ്ങനെയുണ്ട്? ബിസിനസ് നടത്തുന്നത് ഫ്രോഡ് ബിസിനസ്സാണ്. സാമ്പത്തികമായ ഇടപാടിൽ ഒരു ഹക്കുമില്ല. ലക്ഷങ്ങളും 10,000ങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാതെ മാറി നിൽക്കുകയാണ്. എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കൊടുക്കാതെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് നിസ്കരിക്കുന്നു, എന്നിട്ട് നിസ്കാരത്താമ്പുണ്ടാക്കുന്നു, എന്നിട്ട് നമ്മുടെ ഹലാലിനെ കുറിച്ച് വാദ് പറയുന്നു, എന്നിട്ട് നമ്മുടെ ഹലാലിനെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രഭാഷണം നടത്തുന്നു. ഇടപാടിലും, സാമ്പത്തികമായ ഇടപാടിലും സമ്പാദ്യങ്ങളിലും അല്ലാഹുവിനെ തീരെ ഭയക്കാതെ ഒരു നയാ പൈസ പോലും ഹലാലില്ലാതെ സർവ്വവും ഹറാമിൽ നിന്ന് സമ്പാദിക്കുന്നവർ. ഇന്നടക്കം നമ്മളൊരു വാർത്ത വായിച്ചു. എന്താ വാർത്ത വായിച്ചത്? 40 കോടിയോളം സ്വർണത്തിന്റെ ഉടമയായ ഒരു യമനി പൗരനെ വധിച്ചത് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളാണ്. എത്ര? 40 കോടി. ആ 40 കോടിയുമായി നമ്മുടെ നാട്ടിൽ വന്ന് വലിയൊരു വീടെടുത്തു, വലിയൊരു വണ്ടി എടുത്ത അടുത്ത വർഷം അവർ പള്ളിയുടെ സെക്രട്ടറിയായി, അവരടുത്ത വർഷം പള്ളിയുടെ പ്രസിഡന്റായി. പിന്നെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി, പിരിവിന് വേണ്ടി പോവാൻ തുടങ്ങി. അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ വളരുന്നത്, അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇഫ്ള് കോളേജുകൾ വളരുന്നത്. ഈ ഹറാമിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എങ്ങനെയാണ് അവർ നന്നാവുന്നത്? ഇത് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? എത്ര ആളുകൾ എനിക്കറിയാം, എത്രയോ മഹല്ലുകളിൽ ഹറാമായ സമ്പാദ്യം അറബികളുടെ ട്രൗസർ അടക്കം മൂടിക്കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പള്ളിയുടെ പ്രസിഡന്റും പള്ളിയുടെ സെക്രട്ടറിയും പള്ളിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമായി മാറുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരാതെ അഥവാ ഹലാല് മാത്രം ഭക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. സ്ഥാപനത്തിലെ മക്കൾ മാറണം, നമ്മുടെ മക്കൾ മാറണം. എങ്കിലേ ഇവിടെ നന്മയുണ്ടാവുള്ളൂ. അല്ലാതെ ഒരുപാട് വാല പറഞ്ഞതുകൊണ്ട് നന്നാവൂല, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് നന്നാവൂല. തിന്നുന്നത് ഹലാലാവണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എത്ര ആളുകൾ ഇങ്ങനെ ഗൾഫിലൊക്കെ പോയ ബഹുഭൂരിഭാഗം ആളുകൾ കച്ചവടം നടത്തുന്നത് എങ്ങനെ? പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെ കണ്ട ആഫ്രിക്കക്കാർക്കൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന വില കൊടുത്തിട്ട് വിൽക്കാൻ. അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഓക്കെ, ഇത് കോപ്പിയാണ് എന്ന് പറഞ്ഞ് വിറ്റാൽ കുഴപ്പമില്ല, ഇത് കോപ്പിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര വിലക്ക് വിറ്റ ഒരു കുഴപ്പമില്ല. ഈ ആപ്പിളിന്റെ കോപ്പിയാണിത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2000 ദിർഹം തരണം, ഒരു കുഴപ്പമില്ല. കോപ്പിയാണെന്ന് പറഞ്ഞിട്ടാ വിൽക്കുക. പക്ഷെ അങ്ങനെയല്ലല്ലോ വിൽക്കുന്നത്, ഇത് ഒറിജിനലാ എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ 2000-നും 3000-നും 4000-നും ഒക്കെ വിൽക്കുന്നത്. പച്ച ഹറാമല്ലേ അത്? അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മക്കളെ തീറ്റിക്കാൻ കഴിയും? നിങ്ങൾ മീൻസ് നിങ്ങളോട് മൊത്തത്തിൽ ഞാൻ പറയാൻ, എങ്ങനെ നമ്മുടെ മക്കളെ തീറ്റും? ഈ മക്കൾ എങ്ങനെ നന്നാവും? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്സിൻ ഫന്നാറു ഔലാ ബി. ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും നരകത്തിലേക്കാണ്. ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും നരകത്തിലേക്കാണ്. നിങ്ങൾ ഓർക്കണം, CH ഹൈദ്രോസ് മുസ്ലിയാർ എന്ന കേരളക്കരയ്ക്ക് ഒരു റോൾ മോഡലായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ദാറുൽ ഹുദയുടെ ശിലാസ്ഥാപനത്തിന്റെ സമയത്ത് അതിന്റെ പൂർവ്വകാല
പൂർവകാല നേതാക്കന്മാരിൽപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ്. ദാറുൽ ഹുദയുടെ പിരിവിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുകയാണ്. ത്വയ്യിബ് ഫൈലിയെ അങ്ങ് ഗൾഫിലേക്ക് പറഞ്ഞേക്കുകയാണ് പിരിവിന് വേണ്ടി. അങ്ങനെ പിരിവിന് വേണ്ടി ഗൾഫിലേക്ക് പോകാൻ നിൽക്കുമ്പോ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ മകനെ വിളിച്ചു പറഞ്ഞത്, ഇനി നീ നാളെ ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി, പിരിവ് കിട്ടാൻ വേണ്ടി ഇവിടെ ദാറുൽ ഹുദയിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും പറയരുത്. ദാറുൽ ഹുദയിൽ പഠിപ്പിക്കാത്ത ഒരു വിഷയം പോലും നിന്റെ പ്രഭാഷണത്തിൽ വന്നു പോകരുത്. ദാറുൽ ഹുദയിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും പറഞ്ഞ് ഒരു നയാ പൈസ കൊണ്ട് കൊണ്ടുവരരുത്. കാരണം ആ പൈസ ഹറാമാകും, ഈ മക്കളെ പഠിപ്പിക്കുന്ന പൈസ ഹറാമാകും. അതുകൊണ്ട് ഇവിടെ എന്താണോ ഉള്ളത് അത് പറയണം. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം, ഇവിടെ സയൻസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. ഇവിടെ പഠിപ്പിക്കാത്തത് പറയരുത്, ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, ഇവിടെ ഉള്ളത് പറഞ്ഞ് കിട്ടിയ കാശ് മതി എന്ന് പ്രത്യേകമായി മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. നയാ പൈസ പോലും ഹറാമിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ. ഇവരെ പോലെയുള്ള റോൾ മോഡലാ നമ്മൾക്ക് വേണ്ടത്. ഇവരെ പോലെയുള്ള മാതൃകാ യോഗ്യരായ ആലിമീങ്ങളും ഉമറാക്കളും ഒക്കെയാണ്. മഹാനായ ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള ഉമറാക്കളാ നമ്മൾക്ക് വേണ്ടത്. പക്ഷേ വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാണിത്. അങ്ങനെ ഒരു കാലം വന്നാൽ പിന്നെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ